ഇന്ന് നമ്മളിൻ്റെ അതിയായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കോക്ടെയിൽ കുടിക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മൾ ബീച്ച് മൂന്നാലിങ്കിൽ അവിടെ കിട്ടുന്ന ഒരു കോക്ടെയിൽ ഉണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അവിടെ നിന്ന് കാലിക്കറ്റുള്ള ആരും അവിടെ നിന്ന് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കുടിച്ച് നോക്കി. അപ്പം ഇവിടെ വന്നപ്പോൾ 2 പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കോക്ടെയിൽ പരീക്ഷിച്ചു. ഒരു തവണ കോക്ടെയിലാന്ന് പറഞ്ഞ് കിട്ടിയത് പപ്പായ ജ്യൂസ് ചെയ്യുന്നു, അതിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട്. പിന്നെ ഒരു തവണ കോക്ടെയിലാന്ന് തന്നെ വാങ്ങിയത് ഇവിടുത്തെ കോക്ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഷക്കലാട്ടോ. മുഷക്കൽ എന്നല്ലേ പറയാം, എനിക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയില്ല. അതായത് ഫ്രൂട്ട്സ് എല്ലാം പാടി മിക്സ് ചെയ്തിട്ടിട്ടുള്ള ജ്യൂസാണ്. അങ്ങനെ 2 തവണ പണി കിട്ടിയ സ്ഥിതി 2 തവണയും പണി കിട്ടിയ സ്ഥിതിക്ക് മൂന്നാമത് നമ്മൾ വന്നത് ഇവിടുത്തെ കണ്ണൂർ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. അങ്ങനെ അവിടെ വന്ന് കോക്ടെയിലൊക്കെ വാങ്ങി. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മൂന്നാലെങ്കിൽ കിട്ടുന്ന ആ ഒരു കോക്ടെയിലിൻ്റെ അത്ര വരില്ലെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കോക്ടെയിലൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നെസ്റ്റോയിലേക്കാട്ടോ. പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങാനില്ല, വെറുതെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതിനു നെസ്റ്റോയിലേക്ക്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാനുണ്ടാവുമല്ലോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നടന്നു. പിന്നെ ജമാൻക്ക് വാച്ചിന് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പറയുന്നത്. പക്ഷെ മനഃപൂർവ്വം വാങ്ങിക്കൊടുക്കാത്തതാണ്. വാച്ച് കിട്ടിയാലും ഓന് ഡെയിലി വാച്ച് ഇട്ടെടുക്കും. വീട്ടിൽ നിന്നും വാച്ച് ഊരില്ല, ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഓൻ ആ വാച്ച് ഊരി വെക്കില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങിക്കൊടുക്കാതെ നിന്നതേനു കേട്ടോ. പക്ഷെ ഇന്ന് വാങ്ങിക്കൊടുത്ത് പാവല്ലേ കുറേ അതിലെ പറയണേ വിചാരിച്ചിട്ട് പിന്നെ നമ്മളവിടെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുമ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ. പിന്നെ നമുക്ക് കാര്യമായിട്ട് ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിലും ബെഡ്ഷീറ്റൊക്കെ നിറച്ചിക്കണം. കഴിഞ്ഞ തവണ നെക്സ്റ്റ് വന്നിട്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് അത് ഫുള്ള് നിറച്ചു പോയിട്ടോ. അപ്പം വേറെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ മക്കൾ ചാടിക്കളിച്ചാലും ബെഡ്മെന്ന് ബെഡ്ഷീറ്റ് അനങ്ങൂലല്ലോ. അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ബെഡ്മെന്ന് ബെഡ്ഷീറ്റ് അനങ്ങേണ്ടത് തീരെ പറ്റില്ല. അങ്ങനെ അത് നോക്കിയപ്പം അവിടെ നല്ല ഓഫറിലൊന്നുമില്ല. പിന്നെ നമ്മൾ വെറുതെ വീണ്ടും ഫുഡ് സെക്ഷനിലൊക്കെ അങ്ങനെ പോയി ഈ മാരിനേറ്റഡ് ചിക്കൻ നമ്മൾ വാങ്ങലുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി വാങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് വാങ്ങാൻ പോയിട്ടോ. ഫുഡ് എന്ത് കഴിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. നമുക്ക് ബ്രോസ്റ്റ് കിട്ടിയ അത്രയും സന്തോഷം തന്നെയില്ലേ. നമ്മൾ ബ്രോസ്റ്റിൻ്റെ ഫാൻസാണ് കേട്ടോ ഞാനും ഡിസൈനൊക്കെ. അങ്ങനെ ഇത് പുതിയ തുറന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അവിടെ പോയിട്ട് ബ്രോസ്റ്റൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോയി കഴിക്കണം.